ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും വിഷുവൊക്കെ? എൻ്റെ വിഷുവൊക്കെ ഞാൻ അടിച്ച് പൊളിച്ചു കേട്ടോ. വിഷുവിൻ്റെ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ എന്നെ ഇവിടെ ആക്കിയിട്ട് ശുചേട്ടനും മോളും ഒക്കെ അങ്ങോട്ടേക്ക് പോയി, ഇന്ദീവരത്തിലേക്ക് പോയി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നല്ലൊരു ബ്ലാക്ക് കോഫിയും ബ്രെഡും കൂടിയാണ് കുടിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മയാണല്ലേ ബ്രെഡ് ഇങ്ങനെ ചായയിൽ മുക്കി തിന്നുന്നത്. അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കാനൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചായയൊക്കെ അങ്ങനെ ആസ്വദിച്ച് കുടിച്ച് മുറ്റമടിക്കാനായിട്ട് പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഇന്ദീവരത്തിലെ പോലെയല്ല, ഇവിടെ നല്ല വലിയ മുറ്റമാണ്, 4 പാടും മുറ്റമാണ്. ഇവിടെയൊക്കെ കോഴിക്കൂടും നായക്കൂടും ഒക്കെ ഉണ്ടായിരുന്നു. കോഴികളെയും നായയും ഒക്കെ പോയപ്പോൾ ആ കൂടും ഒക്കെ അങ്ങ് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു 2 മാസം മുൻപേ മറ്റോ ആണ് ആ കോഴിക്കൂടും നായ്ക്കൂടും ഒക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത്. അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടവും ഒരു ഓർമ്മയും ഒക്കെയാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ ഇടത് ഭാഗത്താണ് നമ്മുടെ ഈ വടക്ക് വശം ഉള്ളത്. അവിടെയാണ് ടുട്ടുവിൻ്റെ കൂടുണ്ടായിരുന്നത്. അവനെ നോക്കി അവനോട് സംസാരിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറുക. അപ്പോൾ അവിടെ ഒരു ശൂന്യതയാണ് ഇപ്പോൾ. നായ്ക്കളെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. വീട്ടിൽ ഷിജേട്ടനും മോളും കൂടി ഇങ്ങനെ തിരക്കാക്കുവാണ് നായിനെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഒരാളെ നോക്കും പോലെ തന്നെ അവരെ നോക്കണം, അത്രയും സ്നേഹം കൊടുത്തിട്ടും ഒക്കെ. അപ്പോൾ അതിനൊക്കെ നമുക്കിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ആ ആഗ്രഹമൊക്കെ അങ്ങ് മടക്കി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അച്ഛൻ കഴിച്ചു. അച്ഛന് സമയത്തിന് ഭക്ഷണം കഴിക്കണം, ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് അരിയിട്ടിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് നമ്മുടെ കൂടയിൽ അടുപ്പുണ്ട്, അവിടെയാണ് ചോറിന് വെച്ചത്. അച്ഛനും അമ്മയും മാത്രമാകുമ്പോൾ ഗ്യാസിൽ തന്നെയാണ് ചോറും കറികളും ഒക്കെ വെക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാലാണ് അടുപ്പിൽ തീയൊക്കെ വെച്ചിട്ട് ആക്കുന്നത്. അമ്മയ്ക്ക് തീരെ പുക പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അച്ഛൻ കത്തിച്ചു കൊടുക്കും, എന്നിട്ട് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ വടക്കേ മുറ്റത്ത് ചേതിക്ക് സ്റ്റെപ്പുമ്മലൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. ഞാൻ കസേരയിട്ട് മുറ്റത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഭക്ഷണം കഴിക്കാനൊരു സുഖം തന്നെയാണ്. ഞങ്ങൾ വർത്താനം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ എത്ര സമയം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിരുന്ന് അവിടെ തന്നെ കുറേ സമയം വർത്താനം പറഞ്ഞിരുന്നു. അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ചോറ് അപ്പോൾ തന്നെ വാർത്തു. ആ സമയത്ത് തന്നെയാണ് മീൻകാരൻ വന്നത്. പുയ്യാപ്പിളയായിരുന്നു മീൻ. അപ്പോൾ ഒന്നുകൂടി ഇടുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു മീനിനെ കൂടെ തന്നിട്ടുണ്ട്. അമ്മ രാവിലെ തന്നെ വിളക്ക് വെക്കുന്നതുകൊണ്ട് അടിച്ചൊക്കെ വാരിയിരുന്നു. പിന്നെ കുറച്ച് അടുക്കി പെറുക്കി വെക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സോഫയൊക്കെ ഒന്ന് ഇതുപോലെ അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുവാണ്. ബാക്കി വലിച്ചു വാരി ഇടാൻ മാത്രമുള്ള ആരും ഇവിടെ ഇല്ല, എല്ലാം വെച്ചെടുത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അതുപോലെ അടുക്കി പെറുക്കി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ കുറവായിരിക്കും. ഇത് പിന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഏരിയ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുഷ്യൻസൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് ചിലപ്പോൾ കിടക്കാറുണ്ട്. അത് മാത്രമേ പണി ഉണ്ടാവാറുള്ളൂ. ഞാൻ ഈ സോഫയൊക്കെ റെഡിയാക്കുമ്പോഴേക്കും അമ്മ മീനൊക്കെ മുറിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് പൊരിക്കാനും കുറച്ച് കറി വെക്കാനും കൂടിയിട്ടുള്ളതാണ്. പൊരിക്കേണ്ട മീനുകളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ടാണ് കറിക്ക് കൂട്ടുന്നത്. അമ്മ പറഞ്ഞു നീ തന്നെ കറി ഉണ്ടാക്ക്, അപ്പോഴേക്കും ഞാൻ വേഗം കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കറി വെക്കുന്ന പരിപാടി എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥിരം തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ്. ഈ കിളിമീൻ ഇതുപോലെ തേങ്ങ അരച്ച് വെക്കുന്നത് തന്നെയാണ് നല്ലത്. തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഞങ്ങളിവിടെ ഉള്ളി ചേർക്കാറില്ല, തക്കാളിയും ഇഞ്ചി പച്ചമുളകും മാത്രമേ ഇടാറുള്ളൂ. മീനിൻ്റെ തല കൂടി എടുത്തിരുന്നേ വറ്റിച്ചിട്ട് മുളകിടാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതും കൂടി ചെയ്യുവാണ്. വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ നനക്കണം. അതാണ് ആ ഒരു തല മുളകിടുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഏത് മുളകിട്ട് മീൻ കറി ആയെങ്കിലും വെളുത്തുള്ളി നനക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ പൊരിക്കാനുള്ളതും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രാവിലെ തന്നെ ഏകദേശം ആയിട്ടുണ്ടേ. പൊരിച്ചത് ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ആക്കും. ഭക്ഷണം കഴിക്കുന്നതിന് കുറച്ച് മുന്നെയാണ് മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടുക്കളയിലുള്ള എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും അമ്മ അലക്കി ആറിയിട്ടിട്ടുണ്ട്.
കുറച്ച് മാത്രമേ അലക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കുറുന്തോട്ടിയുടെ ചെടിയാണ്. അത് നല്ല മൂത്ത തണ്ട് നോക്കി ഉണങ്ങിയത് നോക്കി പറിച്ചെടുത്താണ് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു വ്ളോഗിൽ പുതിന കുറേ നട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇത് ഇപ്പോൾ നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടന്ന് വരുമ്പോഴാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടായ ആത്തച്ചക്ക കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ആത്തച്ചക്ക എന്താണെന്നുള്ളത്. ആ മരത്തിൽ വേറെ ഒരു കായോ ഇല്ല, ഇത് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇത് വലിയ മരമാണ്, അപ്പം മുകളിലോട്ടാണ് എല്ലാം ഉണ്ടാവുന്നത്. ഒരു കൊമ്പ് പിടിച്ച് ഞാൻ താഴ്ത്താൻ നോക്കുമ്പോൾ തന്നെ അതിൽ നിറയെ പുളിയുറുമ്പായിരുന്നു. ഇവിടെ മുതിരെന്നാണേ പറയാ ആ ഉറുമ്പിനെ. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മേനെയും കൂടി വിളിച്ചു. അമ്മ ആ കൊമ്പ് അങ്ങോട്ട് താത്തി തന്നു. ഞാൻ അടുത്ത കൊമ്പ് പിടിച്ചിട്ട് നമ്മുടെ ആത്തച്ചക്ക പറിച്ചെടുക്കുവാണ്. എന്താണെന്നറിയില്ല, ഇത് വല്ലാത്തൊരു ഇഷ്ടമാണ്, വല്ലാത്തൊരു ടേസ്റ്റുമാണ് അതിന്. മരം 1-2 വലിയതുണ്ടെങ്കിലും അധികം നമുക്ക് കിട്ടില്ല. കാരണം കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, പിന്നെ വവ്വാലുകൾ, അങ്ങനെ എല്ലാം മുകളിലോട്ടാണ് ഉണ്ടാവുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് കുറവാണ്. ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാലായി. അതും പറിക്കുമ്പോൾ തന്നെ നിലത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെയില്ല. ഇതെന്തോ ഭാഗ്യത്തിന് എൻ്റെ കണ്ണിൽ തന്നെ പെട്ടു. അങ്ങനെ അമ്മ എല്ലാം മുറിച്ച് വീതം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഇതൊക്കെ ഏകദേശം ഉച്ചയ്ക്ക് മുന്നേ തന്നെ നടന്ന പരിപാടികളാണ്. 11 മണിക്കൊരു ചായ കുടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിന് പകരം ഇന്ന് ആത്തച്ചക്ക തിന്നു. ഇതാണ് നമ്മുടെ മുട്ടാമ്പുളി, നല്ല മധുരമാണ് പഴുത്തതാണെങ്കിൽ. ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാപ്പരക്കാണ്. അന്ന് നമ്മുടെ തേങ്ങ ചേർത്തിട്ടാണ് മാങ്ങാപ്പരക്ക് ഉണ്ടാക്കിയത്. ഇത് തേങ്ങയൊന്നും ചേർക്കാതെ വെളുത്തുള്ളിയും കടുകും ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് പഴുത്ത മാങ്ങയിൽ ഇങ്ങനെ പുരട്ടി കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയായി, നമ്മൾ ചോറൊക്കെ വിളമ്പി മാങ്ങാപ്പരക്കും കറിയും പിന്നെന്താണ് പൊരിച്ചതും തലമുളകിട്ടതും എല്ലാം കൂടി അങ്ങനെ സമൃദ്ധമായൊരു ഭക്ഷണം. ചില ദിവസങ്ങളിൽ എന്താണെന്നറിയില്ല, ചോറ് തിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം തിന്നണം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു തോന്നിച്ച ഇന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാജ ഇരിപ്പുണ്ടായിരുന്നു. കാജയും പിന്നെ ഒരു വെട്ട് കേക്കിൻ്റെ ചെറിയൊരു സാധനം, അതൊക്കെ എടുത്തുകൊണ്ടുപോയി പൊരി വെയിലൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ചു. എന്തൊരു ചൂടും വെയിലും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ മുറ്റത്തോട്ടൊന്നും ഇറങ്ങാനും തോന്നില്ല, ഒരു പണിയെടുക്കാനും തോന്നാറില്ല. പക്ഷേ ഇന്ത്യവരത്തിലെ പോലുള്ള പണി ഇവിടെ ഉണ്ടാവാറില്ല, കാരണം അമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വലിയൊരു പണി അങ്ങനെ ഇവിടെ തോന്നാറുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടി അച്ഛൻ ഏറ്റെടുക്കും. അച്ഛനും അമ്മയും കൂടിയാണ് ഈ ചെടികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ഛൻ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ മുന്നിലെ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് വരുവാണ്. രാവിലെ ഞാൻ വടക്കുവശം മാത്രമാണ് അടിച്ചത്, കാരണം അവിടെ കുറേ മരങ്ങൾ ആ ഭാഗത്താണുള്ളത്. അപ്പുറത്തെ റബ്ബറും പിന്നെ ആത്തച്ചക്കയുടെ മരവും ഒക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ മുന്നിൽ അത്രയും കച്ചറയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കാറ്റൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് വന്നതാണ് ഇത്രയും കച്ചറ. പിന്നെ നമ്മുടെ പൂവൊക്കെ ബോഗൺവില്ലയുടെ പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ വീഴുന്നത്, അതൊക്കെ കൂടിയിട്ടാണ് ഇത്രയും കച്ചറ കാണുന്നത്. അടിച്ചൊക്കെ കൂട്ടി നമ്മുടെ പണികളൊക്കെ ഏകദേശം തീർത്തുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം എൻ്റെ ഹെയർ കെയറിലോട്ട് പോവുകയാണ് ഞാൻ. അന്ന് ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തേച്ച് മസാജൊക്കെ ചെയ്തതിന് ശേഷമാണ് ഉലുവയും കറിവേപ്പിലയും പിന്നെ ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിശ്രിതം നമ്മുടെ തലയിലോട്ട് തേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു കരിമാങ്കല്യം എന്ന് പറയുന്ന ഒന്നില്ലേ, ഡാർക്ക് സർക്കിൾ പോലെ കണ്ണിന് താഴെയായിട്ട് വരുന്ന കറുപ്പ്, അതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ തന്നെ കണ്ട കുറച്ചൊരു പരീക്ഷണം നടത്തുവാണ്. അപ്പോൾ നല്ല മാറ്റമുണ്ട് അത് ചെയ്തിട്ട്. അങ്ങനെ തലയിലൊക്കെ തേച്ചു, കുളിയൊക്കെ കഴിഞ്ഞു. മുടിയുടെ അറ്റം കുറച്ച് നാളായി മുറിച്ചിട്ട്. അപ്പോൾ അന്ന് കഴിഞ്ഞ വർഷം എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് മുടി ബ്യൂട്ടി പാർലറിൽ നിന്ന് മുറിച്ചതിന് ശേഷം നന്നായിട്ട് വളരുന്നില്ല. അപ്പോൾ അച്ഛനെ കൊണ്ടാണ് ഞാൻ എപ്പോഴും മുടി മുറിപ്പിക്കാറുള്ളത്. അമ്മയുടെയും കൂടി അങ്ങനെ മുറിച്ചു. പിന്നെ എൻ്റെ സുന്ദരിക്കുട്ടീനെ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയ്ക്കൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നേ, ഇടയ്ക്കിടയ്ക്കേ വിളിച്ചുകൊണ്ടിരിക്കും അമ്മ എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.